ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഈവനിങ് സ്നാക്കായ പൊക്കുവടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. തട്ടുകട രീതിയിൽ ഇത് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് കടലപ്പൊടി, 2 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തത്, കറിവേപ്പില, പച്ചമുളക്, 1/2 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റ്, അതിനു പകരം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയെടുത്താലും മതി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ. ആദ്യം ഓയിൽ ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള എല്ലാം ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. ആദ്യം ഞാനൊരു ബൗളിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റ്, 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ കൈ യൂസ് ചെയ്യുന്നതാണ്. കൈ കൊണ്ട് ഇതുപോലെ നല്ലോണം ഞെരടി എടുത്താൽ ഉള്ളിൽ നിന്ന് വെള്ളം വരും. അതുകൊണ്ട് നമുക്ക് ബാറ്ററിലേക്ക് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കടലപ്പൊടിയാണ് എടുത്തത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് പൊടി ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്, വല്ലാതെ ലൂസാവാൻ വേണ്ടി പാടില്ല. ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് പൊന്തി വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടെന്നുള്ള കാര്യം. ഇനി ഇതിലേക്ക് കൈ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഈ പൊക്കുവടൻ്റെ മാവ് കുറേശ്ശെയായിട്ട് നുള്ളിയിട്ട് കൊടുക്കാം. തട്ടുകട സ്റ്റൈലിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ കൈ കൊണ്ട് നുള്ളിയിട്ടാണ് നമ്മൾ മാവ് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. സ്പൂൺ കൊണ്ട് ചെയ്താൽ ഈ ഒരു സ്റ്റൈലിൽ നമുക്ക് കിട്ടില്ല. ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു റെസിപ്പി തട്ടുകട നടത്തുന്ന ഒരാളുടെ കയ്യിൽ നിന്നും കിട്ടിയതാണ്. നിങ്ങൾ ഇതുപോലെയല്ല പൊക്കുവട ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണം. നല്ല ക്രിസ്പി ആയ വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.